ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദാറത്തുൽ മുസ്ലിമീൻ. ഹദാറത്തുൽ മുസ്ലിമീൻ എന്നാൽ മുസ്ലിമീങ്ങളുടെ നാഗരികത. ഹദാറത്ത് എന്നാൽ സിവിലൈസേഷൻ, നാഗരികത. ഇൻഷാ അല്ലാഹ് ഈ പാഠത്തിൽ നമ്മൾ ഹിവാറാണ് പഠിക്കാൻ പോകുന്നത്. ഫാത്തിമ, ആയിഷ എന്ന രണ്ട് പെൺകുട്ടികൾക്കിടയിൽ നടക്കുന്ന സംഭാഷണം. ഫാത്തിമ: മാദാ തഖറഈന യാ ആയിഷ ഹദിഹിൽ അയ്യാം. കുറച്ചു ദിവസങ്ങളായി നീ എന്തോ വായിക്കുന്നത് കാണുന്നുണ്ടല്ലോ. എന്താണ് നീ വായിക്കുന്നത് ആയിഷ? മാദാ തഖറഈൻ, എന്താണ് നീ വായിക്കുന്നത്? യാ ആയിഷ, ആയിഷ ഹദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളിൽ. ആയിഷ: അഖറഉ കുതുബൻ അൻ ഹദാറത്തിൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമീങ്ങളുടെ നാഗരികതയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായിക്കുകയാണ്. കാനത്ത് ഹദാറത്തൻ അദീമത്തൻ, അതൊരു വലിയ സിവിലൈസേഷൻ ആയിരുന്നു. തഖദ്ദമത്ത്, പുരോഗമിച്ചിരുന്നു. ഫിത്തിബ്, വൈദ്യശാസ്ത്രത്തിൽ. വസ്സൈദലിയ, ഫാർമസിയിൽ, ദ സയൻസ് ഓഫ് ഫാർമസി. വൽ ഉലൂം, സയൻസിൽ. വറിയാദിയാത്ത്, മാത്തമാറ്റിക്സിൽ. വൽ ജോഗ്രാഫിയ, ജിയോഗ്രഫിയിൽ. വൽ ഫലക്, ആസ്ട്രോണമിയിൽ. വൽ ഉലൂമിൽ ഇൻസാനിയ, ഹ്യൂമാനിറ്റീസ്. ഇങ്ങനെ എല്ലാ വിജ്ഞാന ശാഖകളിലും മുസ്ലിമീങ്ങൾ മികച്ചിരുന്നു. ഫാത്തിമ: ഹൽ തഅസ്സറത് ഔ റുബ്ബ ബിഹദാറത്തിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളുടെ ഈ സിവിലൈസേഷൻ യൂറോപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആയിഷ: നഅം, അതെ. തഅസ്സറത് ബിഹാ കസീറ, ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഫഖദ് ഇത്തസല ഉലമാഉ ഔറുബ്ബ ബിഉലമാഇൽ മുസ്ലിമീൻ. യൂറോപ്പിലുള്ള പണ്ഡിതന്മാർ മുസ്ലിമീങ്ങളാകുന്ന പണ്ഡിതന്മാരോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. വഅഖദു അൻഹുമുൽ ഇൽം, അവരിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. വതർജമു കുതുബഹും, അവരുടെ കിതാബുകൾ, ഗ്രന്ഥങ്ങൾ അവർ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. വദർറസൂഹ ഫീ ജാമിഅാതിഹിം, അവരുടെ യൂണിവേഴ്സിറ്റികളിൽ അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫാത്തിമ: വലാകിൻ, പക്ഷേ, ലിമാദാ തഅഖറൽ മുസ്ലിമൂന ബഅദ ദാലിക്, പിന്നീട് എന്തുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ ഇങ്ങനെ പിന്നോക്കം പോയത്? ആയിഷ: തഅഖറു, അവർ പിന്നോട്ട് പോയി. ലിഅന്നഹും തറകു അൽ ഇൽം, കാരണം അവർ അറിവ് ഒഴിവാക്കി, അറിവിനെ വേണ്ടത്ര പരിഗണിച്ചില്ല. വബ്തഅദു അനിദ്ദീൻ, ദീനിൽ നിന്നും, അവർ മതത്തിൽ നിന്നും അകന്നുപോയി. ഫാത്തിമ: കൈഫ യത്റുകൂനൽ ഇൽം, എങ്ങനെയാണ് അവർ ഇൽമിനെ ഒഴിവാക്കുന്നത്? വൽ ഇസ്ലാമു യദ്ഉ ഇലൈഹി, ഇസ്ലാമാണെങ്കിൽ എപ്പോഴും ഇൽമു മുറുകെ പിടിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവരെങ്ങനെ ഇൽമിനെ അവഗണിച്ചു എന്ന അത്ഭുതത്തോടെ ചോദിക്കുകയാണ്. ആയിഷ: അഹ്സൻത്, നീ പറഞ്ഞത് ശരിയാണ്. ഫഅവ്വലു കലിമത്തിൻ നസലത് മിനൽ ഖുർആൻ ഹിയ ഇഖ്റ, ഖുർആനിൽ ആദ്യമായി അവതരിച്ച വാചകം തന്നെ ഇഖ്റ, നീ വായിക്കുക എന്നതാണ്. അപ്പോൾ ഇസ്ലാം എപ്പോഴും അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഫാത്തിമ: വദഅ റസൂലു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ മുസ്ലിമീന ഫി കസീരിൻ മിൻ അഹാദീസിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഒരുപാട് ഹദീസുകളിൽ മുസ്ലിമീങ്ങളെ ആഹ്വാനിച്ചിട്ടുണ്ട്, പ്രേരിപ്പിച്ചിട്ടുണ്ട്. ലിത്വലബിൽ ഇൽം, പഠിക്കാൻ വേണ്ടി. കഖൗലിഹി, അവിടുത്തെ വാക്ക് ഒരു ഉദാഹരണമാണ്. ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, പഠിക്കുക എന്നത് ഓരോ മുസ്ലിമിനും നിർബന്ധ ബാധ്യതയാണ്. ആയിഷ: അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. ഫഖദ് റജഅ അൽ മുസ്ലിമൂന മറത്തൻ ഉഖ്റ ഇലാ ത്വലബിൽ ഇൽം, മുസ്ലിമീങ്ങൾ വീണ്ടും പഠനത്തിലേക്ക് തിരിച്ചു വന്നു. ഫഹാ ഹിയൽ മദാരിസ്, ഇതാ ഇവിടെ ഒരുപാട് സ്കൂളുകൾ. വൽ ജാമിഅത്ത്, യൂണിവേഴ്സിറ്റികളും. തൻതശിറു, വ്യാപിക്കുന്നു. ഫി ജമീഇ ബിലാദിൽ മുസ്ലിമീൻ, എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും. ഫാത്തിമ: വഅലാ കുല്ലി മുസ്ലിമിൻ, ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. റജുലൻ കാന ഔ ഇംറഅതൻ, പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ. അൻ യത്ലുബൽ ഇൽമ തൂല ഹയാതിഹി, ജീവിതകാലം പഠിച്ചുകൊണ്ടിരിക്കൽ നിർബന്ധമാണ്. مرحبا بكم جميعا إلى درس جديد من دروس سلسلة العربية بين يديك. عنوان درسنا اليوم حضارة المسلمين. يشرفني ويسعدني أن أكون معكم في شرح هذا الدرس. أعزائي، ما معنى حضارة؟ حضارة يعني التقدم والمدنية. حضارة المسلمين يعني مدنية المسلمين. مثلا
التقدم في بناء البيت والتقدم في العلوم، هذه نحن نقول حضارة. هيا نشرح الحوار ونفسر المفردات الصعبة. فاطمة وهي تسأل: ماذا تقرأين يا عائشة هذه الأيام؟ عائشة هي ترد: أقرأ كتبا عن حضارة المسلمين. حضارة يعني التقدم والمدنية. كانت حضارة عظيمة تقدمت في الطب. تقدمت مضادها تأخرت في الطب والعلوم والصيدلية والعلوم والرياضيات والجغرافية والفلك والعلوم الإنسانية. فاطمة: هل تأثرت أوروبا بحضارة المسلمين؟ تأثرت يعني هل أثرت حضارة المسلمين في أوروبا؟ لو أثرت فتأثرت به، نقول أثر في وتأثر به. عائشة: نعم تأثرت بها كثيرا، فقد اتصل علماء أوروبا بعلماء المسلمين. اتصل يعني عاش معهم، تحدث معهم، درس معهم، وأخذوا عنهم العلم. وأخذوا عنهم العلم يعني تعلموا منهم العلوم وترجموا كتبهم. الترجمة نقل الكلام من لغة إلى لغة أخرى. مثلا هناك كتاب في اللغة الإنجليزية، فيأتي عالم يترجم ذلك الكتاب من اللغة الإنجليزية إلى اللغة العربية، فهذا نقول الترجمة. ودرسوها في جامعاتهم. فاطمة: ولكن لماذا تأخر المسلمون بعد ذلك؟ يعني المسلمون كانوا متقدمين في الطب وفي علوم أخرى، لماذا تأخروا بعد ذلك؟ عائشة: تأخروا لأنهم تركوا العلم. تركوا مضادها أخذوا. تركوا يعني لم يهتموا به، وابتعدوا عن الدين. ابتعد عن مضادها اقترب منه. فاطمة: كيف يتركون العلم والإسلام يدعو إليه؟ يعني يشجع الإسلام على طلب العلم ويحث به، ويحث المسلم على طلب العلم ويأمر به. هذا هو المقصود به يدعو. عائشة: أحسنت، يعني قلت كلاما جميلا أو قلت كلاما حسنا. فأول كلمة نزلت من القرآن هي اقرأ. أحسنت مضادها أساء. أحسن أساء. فاطمة: ودعا الرسول صلى الله عليه وسلم المسلمين في كثير من أحاديثه لطلب العلم، كقوله: طلب العلم فريضة على كل مسلم. فريضة يعني فرض، جمعها فرائض، مضادها سنة. عائشة: الحمد لله، فقد رجع المسلمون مرة أخرى إلى طلب العلم، فها هي المدارس والجامعات تنتشر في جميع بلاد المسلمين. يعني توجد المدارس والجامعات في جميع بلاد المسلمين في كل مكان. فاطمة: وعلى كل مسلم رجلا كان وامرأة أن يطلب العلم طول حياته. إذن الإسلام يشجع المسلمين أو يشجع المرء على طلب العلم. أعزائي، إلى هنا ننتهي من شرح هذا الدرس. سألقاكم في الحصة القادمة بإذن الله، والسلام عليكم ورحمة الله وبركاته.